തൃശൂർ പോട്ടയിൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം നടത്തിയെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത്. പോലീസ് സംഘം ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. ഒരാൾ മാത്രമാണ് മോഷണം നടത്തിയത്. 15 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവസ്ഥലത്ത് സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ അവിടെ ആ സമയത്തുണ്ടായ ജീവനക്കാരുടെ മൊഴിയും നിർണായകമാണ്. ആ ജീവനക്കാരെ സംബന്ധിച്ച് അവർ ഏത് നാട്ടുകാരാണ്, എത്ര കാലമായി അവിടെ ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ സൂരജ്? നിലവിൽ ഈ ജീവനക്കാരുടെ അടക്കം വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇതിൽ അതായത് പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിക്ക് കൃത്യമായ ധാരണകൾ, അതായത് ഈ ബാങ്കിനെ കുറിച്ച് വിവരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ കൃത്യമായ വിവരമുണ്ടായിരുന്നു. അതിൻ്റെ ആസൂത്രണത്തിൽ നടത്തിയ മോഷണമാണ് ഇതെന്നുള്ളതാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ SP-യുടെ എല്ലാം നേതൃത്വത്തിൽ ജീവനക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അസ്വാഭാവികത പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. കാരണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അത് നടത്തുന്നതിലേക്ക് ഇയാൾക്ക് വലിയ സാഹചര്യം, അതായത് ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രതിക്ക് അനുകൂലമാകുന്ന ഒരു നിലയുണ്ടായിരുന്നു. അങ്ങനെ ഇത്രമാത്രം എളുപ്പത്തിൽ മോഷണം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നെങ്ങനെ പ്രതി മനസ്സിലാക്കി എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും ഉയർത്തുന്ന ഒന്നാമത്തെ സംശയം. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ വിശദമായ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന്, അതായത് എനിക്ക് ഇടതുവശത്തു നിന്നാണ് അയാൾ സ്കൂട്ടറിൽ വരുന്നത്. ഇവിടെ വന്ന് ഈ സ്കൂട്ടർ U-ടേൺ എടുത്ത് ഇവിടെ നിർത്തിയതിനു ശേഷമാണ് ഈ ബാങ്കിനകത്തേക്ക് കയറി പോകുന്നത്. വലിയ ജനത്തിരക്കുള്ള മേഖല. അവിടെ എത്തിയാണ് ഈ മോഷ്ടാവ് 15 ലക്ഷം രൂപ കവർന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അക്രമി കടക്കുന്നതും മോഷ്ടാവ് അകത്തേക്ക് കടക്കുന്നതും അവിടെ നിന്ന് തിരികെ പോകുന്നതും ജീവനക്കാരെ പൂട്ടിയിടുന്നതുമെല്ലാം.